ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. നമ്മളുടെ വീട്ടിൽ മിക്കപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ് സാമ്പാർ പൊടി. നമ്മൾ ഒരിക്കലെങ്കിലും സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് നല്ല രുചിയും മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ കാണിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചധികം സാമ്പാർ പൊടി ഉണ്ടായിരിക്കും. നമുക്ക് കുറച്ചധികം പ്രാവശ്യം ഉണ്ടാക്കാനുള്ള സാമ്പാർ പൊടി ഉണ്ടായിരിക്കും. അതിനായിട്ട് ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് ആദ്യമേ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകാണ്. നമ്മളിവിടെ ഓരോന്നും തനിയാണ് വറുത്തെടുക്കുന്നത്. ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ്. ഏകദേശം 15 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ സാധാരണ ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. നമ്മളിത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. തീരെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ മുളകൊക്കെ കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. മുളക് ചെറുതായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾക്കിത് എടുത്തു മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടിക്കാനായിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി സാമ്പാർ പൊടിക്ക് ഒരുപാട് റെഡ് കളർ വേണമെന്നുള്ളവരാണെങ്കിൽ സാധാരണ ഉണക്കമുളക് എടുത്തതിന് പകരം കുറച്ചും കൂടെ കാശ്മീരി മുളക് എടുക്കാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ്. മല്ലി മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നതാണ് സാമ്പാർ പൊടിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കുക. മല്ലിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. നമ്മൾക്ക് ഒഴിവുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്കുള്ള സാമ്പാർ പൊടി ഉണ്ടായിരിക്കും. ഇപ്പോൾ മല്ലിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. കളറെല്ലാം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും ഈ സമയത്ത്. ഇനി നമ്മൾ മുളക് ഇട്ട് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി ഇട്ട് വയ്ക്കാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് പൊടിക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് വയ്ക്കാം. എല്ലാം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മല്ലി പൊടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പരിപ്പുകളാണ്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് പീസ് പരിപ്പ് എന്ന് പറയുന്നതാണ്. അതായത് പട്ടാണി പരിപ്പ് അല്ലെങ്കിൽ വടപ്പരിപ്പ് എന്നൊക്കെ പറയും. അത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ സാമ്പാർ പൊടിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇത് കയ്യിലില്ല എങ്കിൽ ഇതിന് പകരമായിട്ട് മസൂർ ദാലോ അല്ലെങ്കിൽ തുവരപ്പരിപ്പോ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. അതും 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതും ചെറിയ തീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കുക. ഇത് കുറച്ചൊന്ന് വറുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് മുഴുവനായിട്ടുള്ളതോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഉഴുന്ന് മുഴുവനായിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോൾ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. പരിപ്പിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ മൂത്ത് വന്നോളും. മറ്റേ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് അധികം മൂപ്പില്ല. അതുകൊണ്ട് കടലപ്പരിപ്പും പീസ് പരിപ്പും കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ പരിപ്പുകളും കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉഴുന്നൊന്നും തീരെ കരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മറ്റതൊക്കെ ഇട്ട് വെച്ച അതേ പാത്രത്തിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്നുപരിപ്പ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളത് തനിയെ വറുത്തെടുത്താലും മതി. അതായത് പരിപ്പ് വറുത്ത് മാറ്റിയതിന് ശേഷം ഉഴുന്നുപരിപ്പ് തനിയെ വറുത്തെടുത്താലും മതി. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് വറുത്തെടുത്തത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ടുള്ളതാണ്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടിയല്ല വേണ്ടത്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ ഇതും കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇനി ജീരകം ഇട്ട് കൊടുത്താൽ മതി. ജീരകത്തിന് അധികം മൂപ്പില്ല. അതുകൊണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമ്മൾക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുരുമുളകും ഉലുവയും കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. ഇപ്പോൾ ജീരകം ഇവിടെ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ കടുകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിവിടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ഇളക്കുന്നത് കൊണ്ടാണ് നേരത്തെ കാണാതിരുന്നത്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതും നേരത്തെ നമ്മൾ ഇട്ട് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ കുറേ ചേരുവകളുണ്ട്, ഇതൊരുപാട് സമയമെടുക്കും എന്നൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കത്തില്ല.
ഇനി നമുക്ക് കുറച്ചും കൂടെ ചേരുവകൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ ബാക്കിയുള്ളൂ. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാനിവിടെ 4 തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നല്ല പോലെ കഴുകിയതിന് ശേഷം വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് തീരെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ കറിവേപ്പില പൊട്ടിത്തെറിക്കത്തില്ല. ഇപ്പോൾ ഇതാ കറിവേപ്പിലയൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലയെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകും. ആ ഒരു പാകമാകുമ്പോൾ നമ്മൾക്ക് കറിവേപ്പിലയും കൂടെ നേരത്തെ ഇട്ട് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് അരിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. ഇത് മട്ട റൈസാണ്. മട്ട റൈസിന് പകരം വൈറ്റ് റൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം സാമ്പാറിന് കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അരി നന്നായി കഴുകിയതിന് ശേഷം ഒരു ചെറിയ ടവലിൽ പരത്തിയിട്ട് വെള്ളമെല്ലാം നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അരിയെല്ലാം ഇവിടെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അരി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഞാനിപ്പോൾ ഇവിടെ ഇളക്കുന്നത് കൊണ്ടാണ് ഇത് കാണാത്തത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കാതെ ഒന്ന് കാണിക്കുന്നുണ്ട്. ആ ചൂടിൽ തന്നെ ഇരുന്ന് അരി ഒന്ന് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് നമ്മൾക്കിനി ഈ അരിയും കൂടെ മറ്റേ പാത്രത്തിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മട്ട റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ സാമ്പാർ പൊടിക്ക് കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കിട്ടുക. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയുടെ മെയിൻ ആയിട്ടുള്ള ചേരുവയാണ്. കായാണ് ഇട്ട് കൊടുക്കുന്നത്. കായം നമ്മൾ വലിയ കട്ടയായിട്ടാണ് വാങ്ങിക്കാറുള്ളത്. ആ വലിയ കട്ട ഇട്ട് കൊടുക്കുന്നതാണ് ഇതിന് നല്ലത്. വലിയ കട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട. നമ്മളിപ്പം കുറച്ച് സാമ്പാർ പൊടി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 100 ഗ്രാമിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഒട്ടുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക. ഇത് മൂത്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് വീർത്ത് വരികയും ചെയ്യും. ഇപ്പോൾ ഇതിവിടെ കുറേശ്ശെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അമങ്ങി പോകുന്നത് കാണാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതേസമയം കുറച്ച് ഒട്ടുന്നും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പ്രസ്സായി പോവും. പക്ഷേ ഈ സ്പൂണിനകത്ത് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോഴത്തേക്കും കായം നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ടായിരിക്കും. കായം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈ കായം വറക്കാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉള്ളത്, വേണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നല്ലെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് കായത്തിൻ്റെ കഷ്ണം അതേപോലെ തന്നെ 30 സെക്കൻഡ് വെക്കുക. ഒരു സൈഡ് 30 സെക്കൻഡ് വെക്കുക. എന്നിട്ടത് തിരിച്ചു വെച്ചിട്ട് മറ്റേ സൈഡും 30 സെക്കൻഡ് വെക്കുക. അപ്പം കായം നല്ല പോലെ ഫ്രൈ ആയി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അത് ചെയ്യുന്നില്ല. ഞാനിവിടെ അടുപ്പത്താണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളും. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കായമെല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. കാരണം ഈ പാത്രം നന്നായിട്ട് ചൂടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ മഞ്ഞൾ പൊടിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും 1/2 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മറ്റതെല്ലാം ഇട്ട് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ എല്ലാ ചേരുവകളുമായി ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറിയിട്ട് വരണം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ചേരുവകളെല്ലാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരിക്കും. കായം മാത്രമാണ് ഇപ്പം കുറച്ച് ചൂടുണ്ടായിരിക്കുക. ഇനി ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കായം കൂടെ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. അപ്പോഴാണിത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടുക. വലിയ ജാറിലാണെങ്കിൽ പിന്നെ നമ്മൾ പൊടിച്ചിട്ട് അരിക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ചെറിയ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഇപ്പം ആദ്യത്തെ ട്രിപ്പാണ് പൊടിക്കാൻ പോകുന്നത്. ചെറിയ ജാറിൽ നമുക്ക് 2 3 പ്രാവശ്യമായിട്ട് പൊടിക്കേണ്ടി വരും. പക്ഷേ എന്നാലും കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാം പൊടിച്ചെടുക്കുക. എല്ലാം പൊടിച്ചതിന് ശേഷം നമ്മൾക്കിത് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിവിടെ അവസാനത്തെ ട്രിപ്പാണ് പൊടിച്ചെടുക്കുന്നത്. എല്ലാം പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് മുളക് കൂടുതലുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം മുളക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിനകത്താക്കി വെക്കുന്നുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലിനകത്താക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സാമ്പാർ പൊടി പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഇത് സാധാരണ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വെക്കുന്ന പോലെ പുറത്ത് വെച്ചാലും മതി. ഇനി കുറേ നാൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെക്കാം. അങ്ങനെ നമ്മളുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിന്, നല്ലൊരു മണമായിരിക്കും കിച്ചൺ മുഴുവൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്